ഹായ് ഹലോ ഓൾ ഇന്ന് നമ്മുടെ സിംബക്കുട്ടൻ്റെ ബർത്ത്ഡേ ആ കേട്ടോ. അച്ഛനാണെങ്കിൽ വൈകുന്നേരമേ തന്നെ കേക്കൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. കേക്ക് ഫ്രിഡ്ജ് ഉള്ളത് കൊണ്ട് തന്നെ ലക്ഷ്മി കൂടെ കൂടെ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുക. തക്കി വന്ന് കേക്കൊക്കെ എടുത്തുകൊണ്ട് പോയി ടേബിളിൽ കൊണ്ടുവച്ചു. സിംബക്കുട്ടൻ കേക്കൊക്കെ കണ്ട് വളരെ സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുക. കേക്കൊക്കെ കൊണ്ടുവച്ചിട്ട് എന്താ അവന് കട്ട് ചെയ്ത് കൊടുക്കാത്തതെന്ന് ഓർത്ത് സിംബ നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട്. വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ സിംബയ്ക്ക് ഇത് വളരെ ഇഷ്ടമുള്ള കേക്കാണ്. ആരാ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതെന്ന് സിംബ ചുറ്റിനും നോക്കുന്നുണ്ട്. ആദ്യം തന്നെ തക്കി വന്ന് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു ചെറിയ പീസ് കേക്ക് കട്ട് ചെയ്ത് സിംബയുടെ വായിൽ വെച്ച് കൊടുത്തു. അവനത് വളരെ സന്തോഷമായിട്ടാണ് തിന്നുന്നത്. അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിംബയ്ക്ക് മധുരമുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. പിന്നെ അമ്മയും കേക്ക് വന്ന് കട്ട് ചെയ്തു. പിന്നെ ലക്ഷ്മിയുടെ അമ്മ കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. ലക്ഷ്മി അത് അവന് വായി വെച്ച് കൊടുത്തു. പിന്നെ അമ്മയും അച്ഛനും ഞാനും എല്ലാവരും സന്തോഷത്തോടെ അവന് കേക്ക് കൊടുത്തു. അവൻ ഈ നിമിഷത്തിൽ വളരെ സന്തോഷിക്കുന്നുണ്ടാവും. അവന് കേക്ക് കഴിച്ച് മതിയായിട്ടില്ലായിരുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ ഒരു പാത്രം വെച്ച് കൊടുത്തു. ആ പാത്രം എടുത്തുകൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്നാൽ കേക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അവൻ പാത്രം എടുത്തുകൊണ്ട് അമ്മയുടെ കൊടുത്തു. അപ്പോഴേക്കും അമ്മ കേക്ക് ഇട്ട് കൊടുത്തു. അവന് വളരെ സന്തോഷമായി. അവൻ വളരെ സ്പീഡിൽ തന്നെ ആ കേക്കും കഴിച്ചു തീർത്തു. പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറിപ്പോയതിൻ്റെ വിഷമത്തിലായിരുന്നു സിംബ. ഇനി എല്ലാവരും എപ്പോഴാണ് അവൻ്റെ അടുത്തേക്ക് വരിക എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ നോക്കുന്നുണ്ടായിരുന്നു. കേക്കൊക്കെ കഴിച്ചിട്ട് സിംബയ്ക്ക് വിശപ്പ് മാറിയിട്ടുണ്ടാവില്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം. അമ്മ വേഗം തന്നെ അവൻ്റെ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള ബ്രെഡും മുട്ടയും മിക്സ് ചെയ്തത് അവന് കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് ഞാനും ലക്ഷ്മിയും തക്കി എന്താ അവൻ്റെ അടുത്ത് ചെല്ലാത്തതെന്ന് ഓർത്ത് അവൻ വീണ്ടും വീണ്ടും ചുറ്റിനും നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ. അവൻ എപ്പോഴും ഞങ്ങളെല്ലാവരും അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ആഹാരം മുഴുവൻ കഴിച്ച് അകത്ത് കൊണ്ടുപോകാമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് അവൻ വേഗം ആഹാരം കഴിച്ചു തീർക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. അവൻ ഏറ്റവും ഇഷ്ടം ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ട് അകത്ത് കിടക്കുന്നതാണ്. എല്ലാവർക്കും ഞങ്ങളുടെ സിംബക്കുട്ടനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.